നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. കടവല്ലൂർ കൊരട്ടിക്കര ബസ് സ്റ്റോപ്പിന് സമീപം ജലവിതരണ പൈപ്പ് പൊട്ടി ആഴ്ചകൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി നടത്തിയില്ല. 3 ആഴ്ച മുമ്പാണ് പൈപ്പ് പൊട്ടിയത്. കുടിവെള്ളം ഇപ്പോഴും പാഴായിക്കൊണ്ടിരിക്കുകയാണ്. പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ചെളി കാരണം കയറാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്നും പരാതിയുണ്ട്. നിരവധി തവണ അധികൃതരെയും വാർഡ് മെമ്പറെയും വിവരം അറിയിച്ചിട്ടും ഫലമുണ്ടായില്ല. റോഡ് വികസനത്തിനായി ഇവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണ് യന്ത്രം ഉപയോഗിച്ച് മാറ്റുമ്പോഴാണ് പൈപ്പ് പൊട്ടിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കടപ്പുറം പഞ്ചായത്ത് 10ാം വാർഡ് പുതിയങ്ങാടി ലേഡീസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്ന ആവശ്യമുന്നയിച്ചും കാന നിർമ്മാണ ഫണ്ട് വകമാറ്റിയ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചും CPM പുതിയങ്ങാടി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം KV അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PA മുഹമ്മദ് അധ്യക്ഷനായി. CPM ലോക്കൽ സെക്രട്ടറി NM ലത്തീഫ്, MS പ്രകാശൻ, ഉമ്മർ മനാഫ്, TK ഹുസൈൻ, വസന്ത വേണു, ബീന ഭൂപേഷ്, PS റഫീഖ്, KM സക്കീർ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി യോഗവും സ്ഥലം മാറിപ്പോകുന്ന SHOയ്ക്ക് ആദരവും നൽകി. സ്ഥലം മാറിപ്പോകുന്ന പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ R കുമാറിനെ ജാഗ്രതാ സമിതി അംഗം അഡ്വക്കേറ്റ് ഭാസ്കരൻ പൊന്നാട അണിയിച്ചു. ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ വെച്ച് ഓഗസ്റ്റ് 31-ന് ഓണാഘോഷം നടത്താൻ യോഗം തീരുമാനിച്ചു. കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ T അരവിന്ദ്, ബീറ്റ് ഓഫീസർമാരായ RG രജിത്ത്, സുരേഷ് കുമാർ, ജാഗ്രതാ സമിതി അംഗങ്ങളായ ബഷീർ തങ്ങൾ, മോഹൻ മഞ്ചേരി, PU എഡ്വി, സുരേഷ്, സുനിത, ഷക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു. സമൂഹത്തിനു വേണ്ടി കനിവും കാരുണ്യവും ഏകുന്നവരെ ഉപദ്രവിക്കുന്ന കാഴ്ചയാണ് രാജ്യത്തെങ്ങുമെന്നും അങ്ങനെയൊരു കാലത്താണ് നാം ഇപ്പോഴെന്നും കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പറഞ്ഞു. ചെർമനങ്ങാട് കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എൻ്റെ വീട്ടിലെ അന്തേവാസികൾക്കായി പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സമാരിറ്റൻസ് 2005 ബാച്ച് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഷിനി നിയാസ് അധ്യക്ഷത വഹിച്ചു. അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ്, ഫസൽ ഉസ്മാൻ, സുഹൈർ ഇസ്മയിൽ, കനിവ് ട്രസ്റ്റ് ചെയർമാൻ KV അബ്ദുൾ റഹ്മാൻ, വൈസ് ചെയർമാൻ S ജമീല, ട്രഷറർ TA ഉസ്മാൻ, സെക്രട്ടറി KT അബ്ദു, മാനേജർ ബാപ്പുനു V മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. സമാരിറ്റൻസ് 2005 കൂട്ടായ്മ ഓഗസ്റ്റ് 9-ന് നടത്താനിരിക്കുന്ന ഗ്രാൻഡ് യൂണിയന് മുന്നോടിയായാണ് കനിവിലെ അമ്മമാർക്കൊപ്പം സ്നേഹവിരുന്ന് എന്ന പരിപാടി സംഘടിപ്പിച്ചത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. 2024-25 പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ മുഴുവൻ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളും ഡിജിറ്റൽ വൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് 3 ലക്ഷം രൂപ വകയിരുത്തി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീജ സുരേഷ്, കൊടുമ്പിൽ മുരളി, സുമന സുഗതൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി എന്നിവർ പങ്കെടുത്തു. ഇരുവൃക്കകളും മാറ്റിവെക്കുന്നതിന്റെ ഭാഗമായി ചികിത്സയിൽ കഴിയുന്ന കടവല്ലൂർ സ്വദേശിനിയായ 28-കാരി മുഹസിനയുടെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് ധനസഹായം നൽകി. ആദരിയ ലാബ് കടവല്ലൂർ ബ്രാഞ്ചിന്റെ കീഴിൽ ഹെൽത്ത് പാക്കേജ് ചലഞ്ച് നടത്തി സമാഹരിച്ച ഒരു ദിവസത്തെ വരുമാന തുകയാണ് മുഹസിന ചികിത്സാ സഹായ സമിതിക്ക് കൈമാറിയത്. മുഹസിന ചികിത്സാ സഹായ സമിതി ചെയർമാനും കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് 20ാം വാർഡ് മെമ്പറുമായ PM നിഷിൽ കുമാർ, കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ നസ്രത്ത് അബ്ദുൽ ഖാദർ, ആദരിയ ലാബ് മാനേജ്മെന്റ് അംഗങ്ങളായ UM ഇബ്രാഹിം, ഉണ്ണി മാത്തൂർ, ചികിത്സാ സഹായ സമിതി എക്സിക്യൂട്ടീവ് അംഗം ഷൗക്കത്ത് അലി, ലാബ് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ബിജു, M ഹസൻകുട്ടി, M മുഹമ്മദ് ഹാജി, ലാബ് ജീവനക്കാർ തുടങ്ങിയവർ ഹെൽത്ത് പാക്കേജ് ചലഞ്ചിന് നേതൃത്വം നൽകി. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ 48 സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കള്ള ടാക്സികൾക്കും അനധികൃത റെന്റ് കാറുകൾക്കും എതിരെ നടപടി സ്വീകരിക്കുക, സ്പീഡ് ഗവർണർ GPS സംവിധാനങ്ങളിലെ അപാകതകൾ പരിഹരിക്കുക, തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജോയ് പുത്തൻപീടിക ഫ്ളാഗ് ഓഫ് ചെയ്തു. സോൺ പ്രസിഡന്റ് ബഷീർ വെട്ടിക്കാട്ടിരിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന സെക്രട്ടറി ബാഹുലയൻ തൃശൂർ ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ മറ്റു സോണുകളിലെ ഭാരവാഹികളായ സൂരജ് മുണ്ടൂർ, ഫെബിൻ ഗുരുവായൂർ, സുന്ദരൻ ചെറുപ്പ് എന്നിവർ സംസാരിച്ചു. സോൺ സെക്രട്ടറി കമറുദ്ദീൻ നെല്ലുവായി സ്വാഗതവും വൈസ് പ്രസിഡന്റ് മജീദ് ചേലക്കര നന്ദിയും പറഞ്ഞു. പ്രതിഷേധ മാർച്ചിന് രക്ഷാധികാരി സത്യൻ പഴയന്നൂർ, വൈസ് പ്രസിഡന്റ് പ്രസാദൻ പഴയന്നൂർ, ജോയിന്റ് സെക്രട്ടറി സുബി പന്നിത്തടം, ട്രഷറർ അബൂസാലി എരുമപ്പെട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹരിത കേരളം മിഷൻ വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ എരുമപ്പെട്ടി പഞ്ചായത്ത് തല ഉദ്ഘാടനം കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ
ഷീജ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷനോജ് അധ്യക്ഷനായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ശ്രീഷ്മ, പ്രധാനാധ്യാപിക KM ശ്രീജഭായ്, KP അനുഗ്രഹ എന്നിവർ സംസാരിച്ചു. കുട്ടികൾ ചങ്ങാതികൾക്കായി കൊണ്ടുവന്ന വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറി. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് സെക്രട്ടറിയായിരുന്ന AC ഹനീഫയുടെ 10ാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ചാവക്കാട് AC ഹനീഫ അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സദസ്സ് നടത്തി. സമിതി ചെയർമാൻ TH റഹീമിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണം UDF കൺവീനർ KV ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. K നവാസ്, ആൻഡോ തോമസ്, KS സന്ദീപ്, KV ലാജുദ്ദീൻ, KK ഹിറോഷ്, AC ഉമർ, PV ഇസഹാഖ്, സലാം കൊപ്പര തുടങ്ങിയവർ സംസാരിച്ചു. വൈലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിൽ ചങ്ങാതിക്കൊരു തൈ പദ്ധതിയുടെ ഉദ്ഘാടനം വടക്കേകാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ നിർവഹിച്ചു. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി വടക്കേകാട് ഗ്രാമപഞ്ചായത്ത്, ഹരിത കേരള മിഷൻ എന്നിവർ ചേർന്നാണ് ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ പദ്ധതി നടപ്പാക്കുന്നത്. സ്കൂൾ അസംബ്ലിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനാധ്യാപിക ബിജി പോൾ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് പ്രധാനാധ്യാപികയ്ക്കും ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ വൈഷ്ണവ്, സ്കൂൾ ഹരിത ക്ലബ് ലീഡർ മുഹമ്മദ് നജാദിനും വാർഡ് മെമ്പർ പ്രീതി ബാബു, PTA വൈസ് പ്രസിഡന്റ് രമേശ് ചേമ്പിലിനും വൃക്ഷത്തൈകൾ നൽകി. തുടർന്ന് വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന ഫലവൃക്ഷത്തൈകൾ സുഹൃത്തുക്കൾക്ക് കൈമാറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.